യാത്രകളെ സ്നേഹിച്ച നാൾ മുതൽ കേൾക്കാറുണ്ടായിരുന്നു മഞ്ഞുകാലത്തിന് ശേഷം ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് സഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു എന്ന ഒരുപാട് വാർത്തകളും അവിടെ പോയി വരുന്നവരുടെ അനുഭവങ്ങളും. ഹിമാലയത്തിലെ ഈ ഒരു പൂക്കളുടെ താഴ്വരയിലേക്ക് എത്താനായിട്ട് എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കൃത്യം രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ഗാംഗറി എന്ന വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രെക്കിങ്ങിന്റെ ആദ്യം കാണുന്നേണ്ട ഈ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ നമ്മുടെ പേരും ID കാർഡും ഡീറ്റെയിലും ഒക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വാലിയിലേക്കുള്ള ട്രെക്കിങ്ങിൽ ആദ്യത്തെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ പൈൻമരങ്ങളും ദേവദാരുക്കളും ഒക്കെ നിറഞ്ഞ ഒരു കൊടും വനത്തിനകത്തോടെയാണ് കേട്ടോ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു 3 കിലോമീറ്ററോട് കഴിയുമ്പോൾ വേണ്ട ഇവിടെ മുതൽ നമ്മൾ വാലിയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഞങ്ങൾ ട്രെക്ക് ചെയ്ത സമയത്ത് നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. ചെറിയ ഇളം വെയിലുള്ള സമയത്താണ് നമുക്ക് വാലി ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. പൂക്കളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ. നമ്മുടെ ഈ രാമായണത്തിൽ ലക്ഷ്മണന് വയ്യാണ്ടായപ്പോഴത്തേനും ഹനുമാൻ ഒരു മരുന്ന് ചെടിക്ക് വേണ്ടി വന്നിട്ട് ആൾക്കത് കിട്ടാത്തതുകൊണ്ട് ഒരു മലയോടെ പൊക്കിക്കൊണ്ട് പോയില്ലേ. അങ്ങനെ ഹനുമാൻ ആ മൃതസഞ്ജീവനി തേടി വന്നിട്ടുള്ള വാലി എന്ന് പറഞ്ഞേണ്ട ഇതാണെന്നാണ് കേട്ടോ ഹിന്ദു വിശ്വാസപ്രകാരം. ഓക്കെ, അത് മാറ്റി വെച്ചാൽ 1931 ബ്രിട്ടീഷ് മൗണ്ടനീസ് ആയിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക് സ്മിത്തും ടീമും വഴി തെറ്റിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വാലി ഓഫ് ഫ്ലവേഴ്സിൽ അകപ്പെടുന്നത്. അന്ന് ഈ ഒരു താഴ്വരയിൽ ഇത്രയും പൂക്കളൊക്കെ നിറങ്ങി നിൽക്കുന്നുണ്ട് അവർ വണ്ടടിച്ചു പോയി. അന്ന് മുതലാണ് ഈ ലോകം വാലി ഓഫ് ഫ്ലവേഴ്സിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പിന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയതും. ഏതാണ്ട് 600-ലധികം സ്പീഷീസിലുള്ള പൂക്കൾ ഈ ഒരു വാലിയിൽ പൂക്കാറായിട്ടുണ്ട്. വേറൊരു കാര്യം അറിയോ, ഈ സമയത്ത് ഈ ഒരു വാലിയുടെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ആഴ്ചയിലും ഓരോ പൂക്കൾ വെച്ചിട്ട് ഇവിടെ പൂത്തിട്ട് ആ പൂക്കളുടെ നിറം മൂലമാണ് കേട്ടോ ഈ വാലിയിൽ കളർ ചേഞ്ചിങ് ഉണ്ടാവുന്നത്. വർഷത്തിൽ കൂടുതൽ സമയം മഞ്ഞു മൂടി കിടക്കുന്ന ഈ ഒരു സ്ഥലം ജൂലൈ മുതൽ ഒക്ടോബർ വരെ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാനും ഇവിടേക്ക് പ്രവേശിക്കാനും പറ്റുള്ളൂ.